നമ്മളിതാ ഒരു കുച്ചിപ്പുടി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഐറ്റം കയറി വന്നു. മാർഗം കളി. മനുഷ്യന്മാർ ഒരു മാർഗം ഇല്ലാത്തപ്പോൾ കളിക്കുന്ന ഒരു കളിയാണ് മാർഗംകളി എന്ന് ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെയല്ല, അതൊരു മനോഹരമായ നൃത്താവിഷ്കാരമാണ്. അപ്പോൾ ഏതാ സ്കൂള്? BSS ഗുരുകുലം പാലക്കാട്. BSS ഗുരുകുലം സ്കൂൾ പാലക്കാട്. എല്ലാ തവണയും സ്കൂളുകളുടെ പോരാട്ടത്തിൽ മുൻപിൽ നിൽക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് BSS ഗുരുകുലം. അപ്പോൾ ഇത്തവണയും നിങ്ങൾ ഒരുങ്ങി തന്നെയാണ് വരവ് അല്ലേ? എത്ര ഐറ്റത്തിൽ ഇത്തവണ സ്കൂളുണ്ട്? 60 ഐറ്റത്തിൽ BSS ഗുരുകുലം സ്കൂൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളിതാ ഈ മാർഗംകളി ഒന്ന് കണ്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ഹലോ. യെസ്, മാർഗം കളി. BSS ഗുരുകുലം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന മാർഗം കളിയാണ് നമ്മൾ കാണുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ മാർഗം കളി ഇതിനകം വേദി 13 പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ കുട്ടികൾ മീഡിയ വണ്ണിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പെർഫോമൻസിന് വേണ്ടി നമ്മുടെ സ്റ്റാളിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. യെസ്. മനഗുണമുടയവനരുളാൽ വാനവർ മഹിമയോടെ എത്തിയ നഞ്ഞുടനെ ധൃത്തിത്തൈ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ധൃത്തിത്തൈ കരുണയോടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മന ചിതുപതിച്ചേ ധൃത്തിത്തൈ നലമുട് പലവക കിന്നര മഴകാൽ നന്ദുടിയും കുഴ പലതരമേ തീത്തി തകടക തീത്തി തകടക തീത്തി തകടക തീത്തിത്തൈ നന്മ വരും വക പലമൊഴിയൂർശ്രീ നന്നായി മൽക്കുകൾ പുലിമ്പീതേ തീത്തി തകടക തീത്തി തകടക തീത്തി തകടക തീത്തി ഉടമ്പിൽ നിന്നുയരെടുത്താകാശേ ഉരവനിരിപ്പിടം പൂകയിച്ചേതൃത്തിത്തയുടമയിലുടയവനുടമ്പെടുത്തഴകാൽ നന്മ നിറഞ്ഞൊരു പള്ളിയിലെ ധൃത്തിത്തൈ വച്ചൊരു തനിമിതു മക്കളും മനതിന മരുളു വഴിക്കു നടപ്പവരെ തീത്തി തകടക തീത്തി തകടക തീത്തി തകടക തീത്തിത്തൈ വന്യമൊഴിയെ പിരിവനർവേതിരമുടുത്തേടിപ്പുലരാമി തീത്തി തകടക തീത്തി തകടക തീത്തി തകടക തീത്തിത്തൈ തിത്ത തകട തികതത്താം ദിഗുദഗദ തികതത്താം കറുതിത്തത്താം കറുതിന്തത്താം കറുതിത്തത്താ തിത്താട്ടി മൃതത്തൈ. യെസ്, അപ്പോൾ പൊടി പാറ്റിയ കളിയായിരുന്നു. BSS ഗുരുകുലം സ്കൂളിലെ മിടുക്കികളായ കുട്ടികൾ ഇതാ നമുക്ക് വേണ്ടി മാർഗം കളി ആണ്. അപ്പോൾ റിസൾട്ട് വന്നോ? ഏത് വേദിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടീച്ചറെ? വേദി 14 ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ A ഗ്രേഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായും പിന്നെ തീർച്ചയായിട്ടും. എത്ര മാർഗം കളി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര കാലത്തെ ഒരു പരിശീലനമൊക്കെ വേണം? ആക്ച്വലി ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. BSS ഗുരുകുലത്തിന് ഇത് ആദ്യമായിട്ടാണ്. ഞങ്ങള് കഴിഞ്ഞ ജൂലൈയിൽ തുടങ്ങിയതാണ് പ്രാക്ടീസ്. സബ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഫസ്റ്റ് ഗ്രേഡോട് കൂടിയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഞങ്ങൾ വന്നു. ഇതെല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക കുട്ടികൾക്കും ഇത് ആദ്യമായിട്ടാണ് സ്റ്റേറ്റ്. രണ്ടുപേരുണ്ട്. ഒരാൾക്ക് ഇതുണ്ടായിരുന്നു, ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് ചവിട്ട് നാടകമുണ്ട്. ബാക്കി എല്ലാവർക്കും മറ്റന്നാൾ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് ഇൻ അഡ്വാൻസ്. താങ്ക് യു സോ മച്ച്. അല്പസമയത്തിന് റിസൾട്ട് വരുമല്ലോ. തീർച്ചയായിട്ടും A ഗ്രേഡ് നിങ്ങളെ കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ BSS ഗുരുകുലം സ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ മുന്നിൽ മാർഗം കളി അവതരിപ്പിച്ചത്. ഇനി ആരാണ് ഷബീർ? ഇനി ഒരു ദഫ്മുട്ട്. അതാണ്, നമുക്ക് മുട്ട് ഒഴിവാക്കിയിട്ടില്ല ഒരു കളിയുമില്ല. ഒരു മുട്ട് കഴിഞ്ഞാൽ അടുത്ത മുട്ട് വരും. ഒരു മുട്ടും ഇല്ലാത്തപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് അടുത്ത ദഫ്മുട്ട് കലാകാരന്മാർ നമ്മുടെ മുന്നിലേക്ക് അണിനിരക്കുകയാണ്. കടന്നു വരൂ. നമുക്ക് ചെറിയ സ്ഥലപരിമിതി ഉണ്ട്, എന്നാലും നമ്മൾ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ഓവൽ ഷേപ്പിലാണോ? ഇങ്ങനെ എന്നാ മതിയോ? മതി. യെസ്. അപ്പോൾ ഏത് സ്കൂളിൽ നിന്നാണ് വരവ്? പാവർട്ടി സെന്റ് ജോസഫ്. തൃശ്ശൂർ തന്നെയാണ്. ആതിഥേയരാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ തവണ കിരീടം എടുത്തത് തൃശ്ശൂരാണ്. ഇക്കുറി രണ്ടാമത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കുറിയും കപ്പ് വിട്ടുകൊടുക്കില്ല. ഇല്ല. അപ്പോൾ തീരുമാനിച്ചുറപ്പിച്ച് വന്നേക്കാണ്. ഉറപ്പ് അല്ലേ? അപ്പോൾ ദഫ്മുട്ട് റിസൾട്ട് വന്നോ? ഇല്ല, വെയിറ്റിംഗ് ആണ്. A ഗ്രേഡ് ഉറപ്പാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് സമയം. യെസ്, ഇച്ചിരൂടെ മുന്നോട്ട് കയറി എന്നോളൂ. ആ മരക്കൊമ്പ് തലയിൽ തട്ടണ്ട. അപ്പോൾ ദഫ്മുട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പാവറട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികളാണ് ദഫ്മുട്ട് മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് അവരുടെ മത്സരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ
ഈ പെർഫോമൻസ് നടത്താൻ വേണ്ടി അവർ വന്നതാണ്. യെസ്, നേരെ കിടക്കാം. അപ്പോൾ ആരാണ് പാടുന്നത് ആരാ? ഓക്കെ, അപ്പോൾ പാടി തുടങ്ങിയോളൂ. ഓക്കെ ആണോ? റെഡിയാണോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. 3 4 مولاي جيلاني يا ولي يا سيدي جيلاني يا ولي يا نور الروح سر الحق نور القلب الله شين الله شاهل മനോഹരമായൊരു ദഫ്മുട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എ ഗ്രേഡ് ലഭിക്കട്ടെ, ഇനിയും വരാൻ കഴിയട്ടെ. ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. യെസ്, താങ്ക് യു. ശരി, അപ്പോൾ ഒരു ദഫ്മുട്ട് കഴിഞ്ഞു. ഇനിയും കലാരൂപങ്ങൾ അനവധി നമുക്ക് പിറകെ വെയിറ്റ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കാത്ത് ഇനി എന്താണ്? ഒരു തിരുവാതിര മത്സരം. യെസ്, തിരുവാതിര മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് വേദി 13. അതിനിടയിൽ ഇതാ അവരുടെ ഊഴം കഴിഞ്ഞതിന് ശേഷം ഒരു ടീം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പെർഫോമൻസിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഏതാ സ്കൂള്? ശ്രീകൃഷ്ണപുരം സ്കൂൾ, പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ സ്കൂളിലെ കുട്ടികളാണ്. ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരയാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവാതിര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു, റിസൾട്ട് വന്നു. എന്താ? അപ്പൊ എ ഗ്രേഡ് കിട്ടിയ സന്തോഷത്തിലാണ്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്നൊക്കെ പറയുന്ന പോലെയാണ് അല്ലേ? ആ തിളക്കം നിങ്ങളുടെ മുഖത്ത് കാണാം. യെസ്, അപ്പോൾ ശ്രീകൃഷ്ണപുരത്തെ കുട്ടികളാണ് തിരുവാതിരയുമായി നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് ആദ്യം അവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം. പറ്റൂല. നിന്റെ ഫോണിലേക്ക് ഒന്ന് വാങ്ങിക്കാതെ, നിന്റെ ഫോണിലേക്ക് വാങ്ങിക്കുക നമ്പർ കൊണ്ട്. നമ്മളെ കുട്ടികള് അപ്പീലിലൂടെയാണ് വന്നതല്ലേ? നിങ്ങള്
അപ്പൊ അപ്പീലിലൂടെ വന്ന് എ ഗ്രേഡ് കിട്ടുമ്പോൾ ഇരട്ടി മധുരം. അപ്പൊ എങ്ങനെയാണ് എക്സ്പീരിയൻസ് പറയൂ? ഞങ്ങൾ പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഓഡിയൻസ് വരെ അത്രയും പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞതാണ്. അത്രയും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നിട്ട് ഞങ്ങളെ സെക്കൻഡ് ആക്കി. ഞങ്ങളെ ശ്രീകൃഷ്ണപുരം സ്കൂളിൻ്റെ തിരുവാതിര കുത്തക തകർക്കുമെന്ന് പറഞ്ഞ് പല ഫേസ്ബുക്ക് കമൻറ്റുകളിട്ട് ഞങ്ങളെ മാനസികമായി തളർത്തിയതാണ്. അപ്പീൽ കിട്ടാതേക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പലതും ഉണ്ടായി. നിങ്ങൾ പ്രതികാരം വീട്ടി ഇപ്പോ അല്ലേ? അപ്പീലിലൂടെ നിങ്ങൾ സ്റ്റേറ്റ് കലോത്സവത്തിന് എത്തുന്നു, എ ഗ്രേഡ് കിട്ടുന്നു. അപ്പൊ ഇരട്ടി സന്തോഷം. ഇനിയിപ്പോൾ ആഹ്ലാദത്തോടെ ആവേശത്തോടെ ആഘോഷത്തോടെ നാട്ടിലേക്ക് പോകാം. യെസ്, താങ്ക് യു, കൺഗ്രാറ്റ്സ് അഗൈൻ. താങ്ക് യു. ടീച്ചറാണ് അല്ലേ? അപ്പൊ അപ്പീലിലൂടെ വന്ന് എ ഗ്രേഡ് കിട്ടി, സന്തോഷം. കുട്ടികളുടെ എഫർട്ട് തന്നെയാണ്. ഒരുപാട് സമയമെടുത്തു, ഒരുപാട് മാനസിക പിരിമുറുക്കം ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒടുവിൽ ചിരിക്കാൻ കഴിയും. അതെ. അപ്പോൾ അതാണ് പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരത്തെ കുട്ടികൾ തിരുവാതിര മത്സരത്തിൽ അപ്പീലിലൂടെയാണ് വന്നത്. അത് കഴിഞ്ഞതാ അവർക്ക് എ ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നു. ശരി, ഓക്കെ.